വെൽക്കം ബാക്ക് ടു വിദ്യാനദി. എൻ്റെ ഒരു അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ബയോളജിയുടെ SCERT ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ്, ജീവൻ്റെ ജനിതകം. പുതിയ പാഠപുസ്തകത്തിലെ SCERTയുടെ പുതിയ പാഠപുസ്തകത്തിലെ ജീവൻ്റെ ജനിതകം എന്ന് പറയുന്ന ബയോളജിയുടെ ചാപ്റ്ററാണ് ഇത്. ഞാൻ SCERT ചാപ്റ്റർ മാത്രമല്ല ഇൻക്ലൂഡ് ചെയ്യുന്ന ഇതിൻ്റെ അകത്ത് എക്സ്ട്രാ പോയിൻറ്റ്സ്, എൻ്റേതായ എക്സ്ട്രാ പോയിൻറ്റ്സും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. എൻ്റേതായ കുറച്ച് പോയിൻറ്റ്സ് എനിക്ക് കളക്ട് ചെയ്ത് കിട്ടിയിരിക്കുന്നതും പിന്നെ ടീച്ചേഴ്സ് ടെക്സ്റ്റ് ചെയ്യുന്ന, നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ടീച്ചേഴ്സ് ടെക്സ്റ്റ് ചെയ്യുന്നതായിട്ട് വന്നിട്ടുള്ള പോയിൻറ്റ്സും കൂടി ആഡ് ചെയ്തിട്ടാണ് ഞാൻ ഈ ക്ലാസ്സിൽ പറയുന്നത്. അതപ്പോൾ എക്സ്ട്രാ പോയിൻറ്റ്സ് ആയിട്ട് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുമെന്ന് കരുതുന്നു. 10th SCERTയുടെ സോഷ്യൽ സയൻസ് ഞാൻ കവർ ചെയ്തു. മൊത്തമല്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആയി PSCക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ചാപ്റ്റേഴ്സ് ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ബയോളജി, അത് കഴിഞ്ഞ് അടുത്ത ചാപ്റ്റർ നോക്കാം. അപ്പം അതിൽ ആദ്യം ജീൻ എഡിറ്റിങ്ങിൻ്റെ രീതിശാസ്ത്രം വികസിപ്പിച്ചതിന് രസതന്ത്ര നോവൽ. ജീൻ എഡിറ്റിങ്ങിൻ്റെ രീതിശാസ്ത്രം വികസിപ്പിച്ചതിന് രസതന്ത്ര നോവൽ. ജീൻ എഡിറ്റിംഗ് മേഖലയിലെ സംഭാവനകൾക്ക് 2020 രസതന്ത്ര നോബൽ ഇമ്മാനുവൽ കാർപെൻറ്റിയർ, ജെനിഫർ എഡൌഡ്ന എന്നിവർ പങ്കിട്ടു. DNA ജീനുകളിൽ അഭിലഷണീയമായ മാറ്റം വരുത്തുന്ന ജീൻ എഡിറ്റിംഗ് പ്രക്രിയയ്ക്ക് CRISPR-Cas9 എന്ന സാങ്കേതികവിദ്യ കണ്ടെത്തിയതിനാണ് പുരസ്കാരം. ഇത് ജനിതക രോഗചികിത്സയിലും ക്യാൻസർ ചികിത്സയിലും വിപ്ലവകരമായ പുരോഗതി ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കീടങ്ങളുടെയും രോഗങ്ങളുടെയും പ്രതിരോധിക്കുന്ന വിളകൾ വികസിപ്പിക്കാനും ഇത് ഉപകരിക്കും. അപ്പം ജീൻ എഡിറ്റിംഗ് മേഖലയിലെ സംഭാവനകൾക്ക് 2022 രസതന്ത്ര നോവൽ പങ്കിട്ടതാരൊക്കെയാണ്? ജീൻ എഡിറ്റിംഗ് മേഖലയിലെ സംഭാവനകൾക്ക് 2020 രസതന്ത്ര നോവൽ പങ്കിട്ടതാണ് എമ്മാനുവൽ കാർപെൻറ്റിയറും ജെന്നിഫർ എ ഡൌട്ട്നിയും. അവരുടെ പിക്ചറാണ് ഈ കൊടുത്തേക്കുന്നത്. DNA ജീനുകളിൽ അഭിലഷണീയമായ മാറ്റം വരുത്തുന്ന ജീൻ എഡിറ്റിംഗ് പ്രക്രിയയ്ക്ക് CRISPR-Cas എന്ന സാങ്കേതിക വിദ്യ കണ്ടെത്തിയതിനാണ് പുരസ്കാരം ലഭിച്ചത്. എന്തിനാണ് പുരസ്കാരം ലഭിച്ചത്? DNA ജീനുകളിൽ അഭിലഷണീയമായ മാറ്റം വരുത്തുന്ന ജീൻ എഡിറ്റിംഗ് പ്രക്രിയയ്ക്ക് CRISPR-Cas9 എന്ന സാങ്കേതിക വിദ്യ കണ്ടെത്തിയതിനാണ് പുരസ്കാരം. CRISPR-Cas സാങ്കേതിക വിദ്യ DNA നിർദ്ദിഷ്ട ഭാഗങ്ങളെ കൃത്യമായി തിരിച്ചറിയുകയും മാറ്റം വരുത്തുകയും ചെയ്യുന്നു. CRISPR-Cas എന്താണ്? CRISPR-Cas സാങ്കേതിക വിദ്യ DNA നിർദ്ദിഷ്ട ഭാഗങ്ങളെ കൃത്യമായി തിരിച്ചറിയുകയും മാറ്റം വരുത്തുകയും ചെയ്യുന്നു. ഇത് ജനിതക രോഗ ചികിത്സയിലും ക്യാൻസർ ചികിത്സയിലും വിപ്ലവകരമായ പുരോഗതി ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് പുതിയ ജീൻ തെറാപ്പികൾ വികസിപ്പിക്കാനും സഹായിക്കുന്നു. കാർഷിക മേഖലയിൽ കീടങ്ങളുടെയും രോഗങ്ങളുടെയും പ്രതിരോധിക്കുന്ന വിളകൾ വികസിപ്പിക്കുവാനും ഇത് ഉപകരിക്കും. അപ്പം ആദ്യം ജനിതകം എന്താണെന്ന് നോക്കണ്ടേ? ആദ്യം നമുക്ക് ജനിതകം എന്താണെന്ന് ഇതിൻ്റെ അകത്തൂടി നോക്കാം. ജീവൻ്റെ ജനിതകം എന്നാണല്ലോ ഇതിൻ്റെ തലക്കെട്ട് വരുന്നത്. അപ്പം ജനിതക ശാസ്ത്രം എന്താണ്? ജീവന്റെ രഹസ്യങ്ങൾ അനാവരണം ചെയ്യുന്ന ശാസ്ത്രശാഖയാണ് ജനിതക ശാസ്ത്രം. ജീവന്റെ രഹസ്യങ്ങൾ അനാവരണം ചെയ്യുന്ന ശാസ്ത്രശാഖയാണ് ജനിതക ശാസ്ത്രം. ജീനുകളുടെ പ്രവർത്തനം, തലമുറകളിലൂടെയുള്ള കൈമാറ്റം എന്നിവയെക്കുറിച്ച് അറിവ് നൽകുന്ന ശാസ്ത്രശാഖയാണ് ജനിതക ശാസ്ത്രം. ഈ മേഖലയിലെ പുരോഗതികൾ ജനിതക സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്ക് വഴിവെച്ചിട്ടുണ്ട്. അടിസ്ഥാന ജനിതക ആശയങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെ ജീവികളുടെ സവിശേഷതകൾ, സാമ്യങ്ങൾ, വ്യത്യാസങ്ങൾ, പരിണാമപരമായ മാറ്റങ്ങൾ എന്നിവയെക്കുറിച്ച് മനസ്സിലാക്കാനാകും. അപ്പം ജീൻ എഡിറ്റിംഗ് മേഖലയിലെ സംഭാവനകൾക്കാണ് 2020 രസതന്ത്ര നോവൽ പങ്കിട്ടതാണ് എമ്മാനുവൽ കാർപെൻറ്റിയറും ജെന്നിഫർ എ ഡൌട്ട്നി എന്ന് നമ്മൾ പറഞ്ഞു. എന്താണ് ജീൻ എഡിറ്റിംഗ്? ജീൻ എഡിറ്റിംഗ് എന്താണ്? ഒരു കോശത്തിൻ്റെയോ ജീവിയുടെയോ DNA പ്രത്യേക മാറ്റം വരുത്തുന്ന ഒരു രീതിയാണ് ജീൻ എഡിറ്റിംഗ്.
ഒരു കോശത്തിൻ്റെയോ ജീവിയുടെയോ DNA പ്രത്യേക മാറ്റങ്ങൾ വരുത്തുന്നതിനുള്ള ഒരു രീതിയാണ് ജീൻ എഡിറ്റിംഗ്. ജീനിനെ കാണാൻ കൂടി കഴിയില്ലെങ്കിലും നമുക്ക് ജീൻ എഡിറ്റിംഗ് സാധ്യമാകുന്നത് ക്രിസ്പർ പോലുള്ള സാങ്കേതിക വിദ്യകളാലാണ്. ജീൻ എഡിറ്റിംഗിന് നയിച്ച കാരണങ്ങളാണ് DNA-യും ഡീഓക്സിറോബോന്യൂക്ലിക് ആസിഡും ജീൻ എന്നിവയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ധാരണ. ജീൻ എഡിറ്റിംഗിലേക്ക് നയിച്ച കാരണങ്ങൾ DNA-യും ജീൻ എന്നിവയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ധാരണയും. രോഗചികിത്സയിലും മറ്റും വിപ്ലവകരമായ മാറ്റങ്ങൾക്കിടയാക്കുന്ന സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട ലേഖനഭാഗം വായിച്ചുവല്ലോ. ജീനിനെ കാണാൻ കൂടി കഴിയുന്നില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഇതിനെ എഡിറ്റ് ചെയ്യാനാകുക? അതാണ് നിങ്ങൾക്കും ഈ സംശയം ഉണ്ടാകില്ലേ. DNA, ജീൻ എന്നിവയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ധാരണയാണ് ജീൻ എഡിറ്റിംഗിലേക്ക് നയിച്ചത്. ജീനിനെ കാണാൻ കൂടി കഴിയില്ലെങ്കിലും ജീൻ എഡിറ്റിംഗ് സാധ്യമാകുന്നത് ക്രിസ്പർ പോലുള്ള സാങ്കേതിക വിദ്യകളാൽ. DNA, ജീൻ എന്നിവയുടെ സ്ഥാനം, സൂക്ഷ്മഘടന എന്നിവ മനസ്സിലാക്കിയല്ലോ. ചിത്രീകരണം 1:1 നിരീക്ഷിച്ച് DNA-യുടെ സ്ഥാനം സംബന്ധിച്ച കുറിപ്പ് തയ്യാറാക്കൂ. DNA-യുടെ സ്ഥാനം മനസ്സിലാക്കിയല്ലോ. DNA എന്ന ന്യൂക്ലിക് ആസിഡിന്റെ ഘടന അനാവരണം ചെയ്ത് ജീവശാസ്ത്ര പഠനങ്ങളിലെ ഏറ്റവും വലിയ കുതിച്ചുചാട്ടങ്ങളിൽ ഒന്നായിരുന്നു. അപ്പൊ DNA-യുടെ ഫുൾ ഫോം എന്താ? DNA, ഡീഓക്സിറോബോന്യൂക്ലിക് ആസിഡ്. അപ്പം DNA-യുടെ ഘടന. ജീവന്റെ അടയാളമായ ഉപാപചയ പ്രവർത്തനങ്ങൾ നടക്കുന്നത് കോശങ്ങളിലാണ്. അതുകൊണ്ടാണ് കോശങ്ങളെ ജീവധർമ്മമായ അടിസ്ഥാന ഘടകങ്ങളായി കണക്കാക്കുന്നത്. ഈ ചിത്രം സന്ദർശിച്ചാൽ മനസ്സിലാകും. ആദ്യം കോശം, പിന്നെ ന്യൂക്ലിയസിനുള്ളിൽ ക്രോമസോം, അതിൻ്റെ ഉള്ളിലാണ് DNA-യുടെ ഘടന. അങ്ങനെ കാണിച്ചിരിക്കുന്നത് നിരീക്ഷിച്ചാൽ മനസ്സിലാവും. കോശം, കോശത്തിൻ്റെ സെൻട്രൽ ന്യൂക്ലിയസിനുള്ളിൽ ക്രോമസോം, പിന്നെ DNA, അതിൻ്റെ ഉള്ളിൽ DNA. അങ്ങനെയാണ് തിരിച്ചിരിക്കുന്നത്. അപ്പോൾ DNA-യുടെ സ്ഥാനം എവിടെയാണ്? കോശത്തിൽ ന്യൂക്ലിയസിനുള്ളിൽ ക്രോമസോമിനുള്ളിലാണ് നമുക്ക് DNA സ്ഥിതി ചെയ്യുന്നത്. DNA-നെ കവർ ചെയ്ത് ക്രോമസോം ഉണ്ട്, അതിനെ കവർ ചെയ്ത് ന്യൂക്ലിയസ്, അതിനെ കവർ ചെയ്ത് കോശം. അങ്ങനെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പൊ DNA-യുടെ സ്ട്രക്ചർ. DNA-യുടെ പ്രധാന സ്ഥാനം കോശങ്ങളുടെ ന്യൂക്ലിയസ് ആണ്. DNA-യുടെ പ്രധാന സ്ഥാനം കോശങ്ങളുടെ ന്യൂക്ലിയസ് ആണ്. എന്നാൽ മൈറ്റോകോൺട്രിയ, ക്ലോറോപ്ലാസ്റ്റ് തുടങ്ങിയ കോശാംഗങ്ങളിലും കാണപ്പെടുന്നു. ഇത് ജീവികളുടെ വളർച്ച, വികാസം, പ്രവർത്തനം എന്നിവ നിയന്ത്രിക്കുന്നു. അപ്പം ജീവന്റെ അടയാളമായ ഒരു ഉപാപചയ പ്രവർത്തനങ്ങൾ നടക്കുന്നത് കോശങ്ങളിലാണ്. അതുകൊണ്ടാണ് കോശങ്ങളെ ജീവധർമ്മമായ അടിസ്ഥാന ഘടകമായി കണക്കാക്കുന്നത്. അപ്പോൾ കോശത്തിന്റെ ഉള്ളിലാണ് ന്യൂക്ലിയസ് ആണ് DNA-യുടെ പ്രധാന സ്ഥാനം, കോശങ്ങളുടെ പ്രധാന സ്ഥാനം എന്ന് പറയുന്നത്. എന്നാൽ മൈറ്റോകോൺട്രിയ, ക്ലോറോപ്ലാസ്റ്റ് തുടങ്ങിയ കോശാംഗങ്ങളിലും ഇത് കാണപ്പെടുന്നു. ഇത് ജീവികളുടെ വളർച്ച, വികാസം, പ്രവർത്തനം എന്നിവ കണ്ടെത്തുന്നു. ഇനി പറയുന്നത് ഞാൻ ഈ DNA-യുടെ സ്ട്രക്ചർ ഓഫ് DNA-യും DNA-യുടെ കണ്ടെത്തൽ നടപടി, ഇതൊക്കെ എൻ്റെ നോട്ട്സ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് നോട്ടാണ് കേട്ടോ. ഇതൊന്നും ടെക്സ്റ്റ് ബുക്കിലുള്ളതല്ല, പക്ഷെ ആവശ്യമുള്ള സംഭവങ്ങളാണ്. അപ്പോൾ അടുത്തത് DNA-ന് കണ്ടെത്തൽ നാൾവഴികൾ. DNA-യുടെ കണ്ടെത്തലും അതിൻ്റെ ഘടനയുടെ വിശദീകരണവും ജീവശാസ്ത്രത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാഴികക്കല്ലുകളാണ്.
ഇത് ജനിതക ശാസ്ത്രം, വൈദ്യശാസ്ത്രം, ജൈവ സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിന്റെ പ്രധാന ഘട്ടങ്ങൾ: ഒന്നാമത്തെ ഘട്ടമാണ് DNA കണ്ടെത്തൽ. 1869 DNA കണ്ടെത്തൽ. ഫ്രെഡറിക് മിഷൻ. 1869 സ്വിഫ്റ്റ് ജീവശാസ്ത്രജ്ഞനായ ഇദ്ദേഹമാണ് DNA കണ്ടെത്തിയത്. അദ്ദേഹം ശ്വേതരക്താണുക്കളിൽ നിന്ന് ഈ ഒരു പുതിയ തരം തന്മാത്ര വേർതിരിച്ചെടുത്തു. അതിനെ ന്യൂക്ലിയൻ എന്ന് നാമകരണം ചെയ്തു. ഇത് പിന്നീട് DNA ആയി അറിയപ്പെട്ടു. അടുത്തത് DNA ജനിതക പ്രാധാന്യം തിരിച്ചറിയൽ. ഓസ്വാൾഡ് ഏവറി, കോളിൻ മക്ലിൻ മക്കാർട്ടി എന്ന 2 പേര് 1944 ഈ ശാസ്ത്രജ്ഞർ DNA ജനിതക വിവരങ്ങൾ കൈമാറുന്നത് എന്ന് സ്ഥിരീകരിച്ചു. 1944 ശാസ്ത്രജ്ഞർ. തെറ്റുണ്ട്, 1944 തന്നെ എഴുതിയിരിക്കുന്നത് 1944 ഓസ്വാൾഡ് ഏവറിയും കോളിൻ മക്ലിൻ മക്കാർട്ടിയും ചേർന്നാണ് DNA ജനിതക വിവരങ്ങൾ കൈമാറുന്നത് എന്ന് സ്ഥിരീകരിച്ചു 1944. അടുത്തത് DNA ഘടന കണ്ടെത്തൽ. 1953 ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും 1953 ഈ ശാസ്ത്രജ്ഞർ DNA ഇരട്ട ഫിലിക്സ് ഘടന കണ്ടെത്തി. ഇതിനായി അവർ ഉപയോഗിച്ച ഡേറ്റയാണ് റോസാലിൻഡ് ഫ്രാങ്ക്ലിന് എക്സ്റേ ക്രിസ്റ്റലോഗ്രഫി ഡേറ്റ ഉപയോഗിച്ചു. ഇനി DNA പ്രവർത്തനം മനസ്സിലാക്കാൻ ഉപയോഗിച്ച 2 മെത്തേഡുകളാണ് DNA റിപ്ലിക്കേഷനും ജനിതക കോഡും. DNA റിപ്ലിക്കേഷനും ജനിതക കോഡും. DNA റിപ്ലിക്കേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1950കളിൽ DNA എങ്ങനെ സ്വയം പകർത്തെടുക്കപ്പെടുന്നു എന്നത് മനസ്സിലാക്കാൻ പരീക്ഷണങ്ങൾ നടന്നു. ബെൻസൺ സ്റ്റാൾ പരീക്ഷണം 1958 അതിന് നിർണായകമായിരുന്നു. ജനിതക കോഡ് 1960കളിൽ DNA ന്യൂക്ലിയോടൈഡുകളുടെ ക്രമം എങ്ങനെ പ്രോട്ടീനുകളുടെ ഘടന നിർണ്ണയിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ശ്രമങ്ങൾ നടന്നു. ഇത് രണ്ടും ഫുള്ളായില്ല, അതായത് ശ്രമങ്ങൾ നടന്നതേ ഉള്ളൂ, കണ്ടുപിടിക്കപ്പെട്ടില്ല. DNA സംബന്ധിച്ച ആധുനിക പഠനങ്ങൾ. ജനിതക എഞ്ചിനീയറിംഗ്. 1970കളിൽ DNA മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചെടുത്തു. ഇത് ജനിതക എഞ്ചിനീയറിംഗിന് അടിസ്ഥാനമായി. മനുഷ്യ ജീനോം പ്രൊജക്ട്, ഹ്യൂമൻ ജീനോം പ്രൊജക്ട്. 1990-2003 കാലഘട്ടത്തിൽ മനുഷ്യ ജീനോമിന്റെ മുഴുവൻ ഘടന മാപ്പ് ചെയ്യാൻ ശ്രമിച്ചു. ഇത് ജനിതക രോഗങ്ങൾ മനസ്സിലാക്കാനും ചികിത്സിക്കാനും സഹായിച്ചു. അടുത്തത് DNA സംബന്ധിച്ച പുതിയ കണ്ടെത്തലുകൾ. CRISPR-Cas9 DNAയെ എളുപ്പത്തിൽ എഡിറ്റ് ചെയ്യാനുള്ള ഒരു സാങ്കേതിക വിദ്യ. ഇത് ജനിതക രോഗങ്ങൾക്കുള്ള ചികിത്സയിൽ വിപ്ലവം സൃഷ്ടിച്ചു. എപ്പിജെനെറ്റിക്സ്. DNA ഘടന മാറ്റമില്ലാതെ അതിന്റെ പ്രവർത്തനം എങ്ങനെ നിയന്ത്രിക്കപ്പെടുന്നു എന്നത് പഠിക്കുന്നു. സ്ട്രക്ചർ ഓഫ് DNA. DNA ഘടന. 1953 ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും DNA ചുറ്റുകോണി മാതൃക അവതരിപ്പിച്ചു. റോസലിൻഡ് ഫ്രാങ്ക്ലിൻ, മോറിസ് വിൽക്കിൻസൺ എന്നിവരുടെ എക്സ്റേ പഠനങ്ങളെ ആസ്പദമാക്കിയാണ് DNA ഘടന ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും നിർദ്ദേശിച്ചത്. റോസലിൻഡ് ഫ്രാങ്ക്ലിൻ എടുത്ത DNA എക്സ്റേ ഡിഫ്രാക്ഷൻ ചിത്രങ്ങളിൽ പ്രശസ്തമായ ഫോട്ടോ 51 എന്ന ചിത്രത്തിൽ നിന്നാണ് ഈ കണ്ടെത്തലിനിടയാക്കിയ നിർണായക വിവരങ്ങൾ ലഭിച്ചത്. 1958 റോസലിൻഡ് ഫ്രാങ്ക്ലിൻ 37-ാം വയസ്സിൽ അന്തരിച്ചു. DNA ചുറ്റുകോണി മാതൃക കണ്ടെത്തിയത് ജെയിംസ് വാട്സൺ, ഫ്രാൻസിസ് ക്രിക്ക്, മോറിസ് വിൽക്കിൻസൺ എന്നിവർക്ക് 1962 മെഡിസിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. DNA എന്ന ന്യൂക്ലിക് ആസിഡിന്റെ ഘടന അനാവരണം ചെയ്ത് ജീവശാസ്ത്ര പഠനങ്ങളിലെ ഏറ്റവും വലിയ കുതിച്ചുചാട്ടങ്ങളിൽ ഒന്നായിരുന്നു. DNA എന്ന ന്യൂക്ലിക് ആസിഡിന്റെ ഘടന അനാവരണം ചെയ്തത് ജീവശാസ്ത്ര പഠനങ്ങളിൽ ഏറ്റവും വലിയ കുതിച്ചുചാട്ടങ്ങളിൽ ഒന്നായിരുന്നു. DNA മാതൃക ചുറ്റുകോണി മാതൃകയാണ്. DNA മാതൃക ചുറ്റുകോണി മാതൃക.
DNA-യുടെ ചുറ്റുഗോവണി മാതൃക അവതരിപ്പിച്ചത്, ഡബിൾ ഹെലിക്സ് മോഡൽ അവതരിപ്പിച്ചത് ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും. 1953 ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കുമാണ് 1953 മാതൃക അവതരിപ്പിച്ചത്. DNA-യുടെ ഘടന ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും നിർദ്ദേശിക്കാനുള്ള റോസ്ലിൻ ഫ്രാങ്ക്ലിൻ, മോറിസ് വിൽക്കർസ് എന്നിവരുടെ എക്സ്റേ പഠനങ്ങളെ ആസ്പദമാക്കി ആയിരുന്നു. കോശത്തിന്റെ നിയന്ത്രണ കേന്ദ്രമായ മർമ്മത്തിനുള്ളിൽ, അതായത് ന്യൂക്ലിയസ്, കാണപ്പെടുന്ന ക്രോമസോമുകളിലാണ് DNA ഉൾക്കൊള്ളുന്നത്. അപ്പോൾ DNA ഉൾക്കൊള്ളുന്നത് എവിടെയാണ്? കോശത്തിന്റെ നിയന്ത്രണ കേന്ദ്രമായ മർമ്മത്തിന്റെ ഉള്ളിൽ ന്യൂക്ലിയസ് കാണപ്പെടുന്ന ക്രോമസോമുകളിലാണ് DNA ഉൾക്കൊള്ളുന്നത്. റോസ്ലിൻ ഫ്രാങ്ക്ലിൻ എടുത്ത DNA-യുടെ എക്സ്റേ ഡിഫ്രാക്ഷൻ ചിത്രങ്ങളിൽ ഘടന കണ്ടെത്താനിടയാക്കിയ നിർണായക വിവരങ്ങൾ ലഭിച്ച പ്രശസ്തമായ ഫോട്ടോയാണ് ഫോട്ടോ 51. റോസ്ലിൻ ഫ്രാങ്ക്ലിൻ അന്തരിച്ചത് 1958 37-ാം വയസ്സിലാണ്. DNA-യുടെ ചുറ്റുഗോവണി മാതൃക കണ്ടെത്തിയതിന് 1962 മെഡിസിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ജെയിംസ് വാട്സൺ, ഫ്രാൻസിസ് ക്രിക്ക്, മോറിസ് വിൽക്കിസ് എന്നിവർക്കാണ്. അവരുടെ ചിത്രമാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഈ ചിത്രം കൊടുത്തിരിക്കുന്നത് DNA-യുടെ ചുറ്റുഗോവണി മാതൃകയാണ്. ചുറ്റുഗോവണി മാതൃകയുടെ പിക്ചറാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ചിത്രീകരണം 1-2 വിശകലനം ചെയ്ത് DNA-യുടെ ഘടന സംബന്ധിച്ച ധാരണ കൈവരിച്ച് വർക്ക്ഷീറ്റ് 1-1 പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം പഞ്ചസാര, ഫോസ്ഫേറ്റ് എന്നിവ ചേർന്നിട്ടാണ് DNA-യിൽ ഇഴകളുണ്ടാകുന്നത്. അപ്പം DNA-യിലെ ചുറ്റുഗോവണി മാതൃകയിൽ 2 ഇഴയുള്ളത്, അപ്പുറം ഇപ്പുറമായിട്ട് 2 ഇഴയുള്ളത് കാണിച്ചിരിക്കുന്നുണ്ടല്ലേ. DNA-യിലെ ചുറ്റുഗോവണി മാതൃകയിൽ 2 ഇഴകളാണുള്ളത്. ഇഴകളും പടികൾ കൊണ്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു. 2 ഇഴകളും പടികൾ പോലെ ബന്ധിപ്പിച്ചിരിക്കുന്നു. അതാണ് DNA-യുടെ മാതൃക എന്ന് പറയുന്നത്. DNA-യിലെ ഇഴകൾ പഞ്ചസാര, ഫോസ്ഫേറ്റ് എന്നിവ ചേർന്നുണ്ടാകുന്നു. പഞ്ചസാര, ഫോസ്ഫേറ്റ് ചേർന്നാണ് ഇഴകൾ ഉണ്ടാകുന്നത്. DNA-യിലെ പടികൾ നൈട്രജൻ ബേസുകൾ ജോഡി ചേർന്നുണ്ടാക്കുന്നു. നൈട്രജൻ ബേസുകളുടെ ജോഡി ചേർന്നാണ് DNA-യിലെ പടികൾ ഉണ്ടാകുന്നത്. ഏതൊക്കെയാണ് നൈട്രജൻ ബേസുകൾ? A അഡിനിൻ, T തൈമിൻ, G ഗ്യാനിൻ, C സൈറ്റോസിൻ. A അഡിനിൻ, T തൈമിൻ, G ഗ്യാസിൻ, C സൈറ്റോസിൻ. DNA-യുടെ അടിസ്ഥാന നിർമ്മാണ ഘടകം ന്യൂക്ലിയോടൈഡാണ്. DNA-യുടെ അടിസ്ഥാന നിർമ്മാണ ഘടകം ന്യൂക്ലിയോടൈഡാണ്. ന്യൂക്ലിയോടൈഡ് എന്ന DNA-യുടെ അടിസ്ഥാന നിർമ്മാണ ഘടകം. ഓരോ ന്യൂക്ലിയോടൈഡും ഓരോ ഡിയോക്സി റൈബോസ് പഞ്ചസാര, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ഒരു നൈട്രജൻ ബേസ് എന്നീ ഘടകങ്ങളിൽ നിർമ്മിതമാണ്. ഒരു ന്യൂക്ലിയോടൈഡ് നിർമ്മിതമായിരിക്കുന്നത് ഒരു ഡിയോക്സിറൈബോസ് പഞ്ചസാര, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ഒരു നൈട്രജൻ ബേസ് എന്നീ ഘടകങ്ങളാൽ നിർമ്മിതമാണ്. പഞ്ചസാര തന്മാത്ര. ഡിയോക്സിറൈബോസ് പഞ്ചസാര എന്ന 5 കാർബൺ പഞ്ചസാര. നൈട്രജൻ ബേസ്, നൈട്രജൻ അടങ്ങിയ ആൽക്കലി സ്വഭാവമുള്ള സംയുക്തം. നൈട്രജൻ അടങ്ങിയ ആൽക്കലി സ്വഭാവമുള്ള സംയുക്തം. ഫോസ്ഫേറ്റ് ന്യൂക്ലിയോടൈഡുകളുടെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ബോണ്ടുകളുടെ രൂപീകരണത്തിൽ പങ്കെടുക്കുന്നു. ഫോസ്ഫേറ്റ്. ഇതാണ് DNA-യുടെ ചുറ്റുഗോവണി മാതൃക. നൈട്രജൻ ബേസുകൾ ജോഡി ചേർന്നുണ്ടാകുന്നു. ഒന്നാമത്തെ അടിസ്ഥാന നിർമ്മാണ ഘടകം ന്യൂക്ലിയോടൈഡാണ്. ന്യൂക്ലിയോടൈഡ് നിർമ്മിതമായിരിക്കുന്നത് ഒരു ഡിയോക്സിറൈബോസ് പഞ്ചസാരയും, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും, ഒരു നൈട്രജൻ ബേസും എന്നീ ഘടകങ്ങളാലാണ് നിർമ്മിതമായത്. പഞ്ചസാര തന്മാത്ര ഡിയോക്സിറൈബോസ് പഞ്ചസാര എന്ന 5 കാർബൺ പഞ്ചസാര. ഫോസ്ഫേറ്റ് ന്യൂക്ലിയോടൈഡുകളുടെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ബോണ്ടുകളുടെ രൂപീകരണത്തിൽ പങ്കെടുക്കുന്നു. നൈട്രജൻ ബേസ്, നൈട്രജൻ അടങ്ങിയ ആൽക്കലി സ്വഭാവമുള്ള തന്മാത്രകൾ. അടുത്ത പേജിൽ ഒരു കോവണി കൊടുത്തിട്ടുണ്ട്. അത് പൂരിപ്പിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ പൂരിപ്പിച്ച ഫോമാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ DNA-യിലെ ഇഴകളുടെ എണ്ണം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. DNA ചുറ്റുഗോവണി മാതൃകയിൽ DNA-യുടെ ഇഴകളുടെ എണ്ണം നമ്മൾ പറഞ്ഞു 2. ഇഴകൾ നിർമ്മിച്ചിരിക്കുന്ന തന്മാത്രകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതും നമ്മൾ പറഞ്ഞു പഞ്ചസാര തന്മാത്രയും ഫോസ്ഫേറ്റ് തന്മാത്രയുമാണ്.
പടികൾ നിർമ്മിച്ചിരിക്കുന്ന തന്മാത്രകൾ നൈട്രജൻ ബേസുകൾ. വിവിധ തരം നൈട്രജൻ ബേസുകളുണ്ട്. അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. പടികൾ രൂപപ്പെടുന്ന വിധം നൈട്രജൻ ബേസുകൾ ജോഡി ചേരുന്ന വിധം A=T, G=C. ന്യൂക്ലിയോടൈഡിലെ തന്മാത്രകൾ: പഞ്ചസാര, ഫോസ്ഫേറ്റ് തന്മാത്ര, നൈട്രജൻ ബേസുകൾ. ന്യൂക്ലിയോടൈഡ് DNA-യുടെ അടിസ്ഥാന നിർമ്മാണ ഘടകം. ഘടനാപരമായ ഇത് നോട്ടിലുള്ളതല്ല, പുസ്തകത്തിലല്ല കേട്ടോ, എക്സ്ട്രാ നോട്ടാണ്, അത്യാവശ്യമുള്ളതാണ്. സാധാരണ പഞ്ചസാരയും DNA-യിലെ പഞ്ചസാര തന്മാത്രയും തമ്മിലുള്ള വ്യത്യാസം. സൂക്രോസും ഡീഓക്സിറൈബോസും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. അതിൽ പഞ്ചസാരയും പഞ്ചസാര തന്മാത്രയും തമ്മിലുള്ള ഘടനാപരമായ വ്യത്യാസമാണ് സൂക്രോസ് ഒരു ഡൈസാക്കറൈഡാണ്. അതായത് കൂടിച്ചേർന്ന രണ്ട് മോണോസാക്കറൈഡുകളാണ് ഗ്ലൂക്കോസും ഫ്രക്ടോസും. ഇതിൻ്റെ രാസസൂത്രം C12H22O11. ഡീഓക്സിറൈബോസ് ഒരു പെൻഡോസാണ്. 5 കാർബൺ പഞ്ചസാരയാണ്. ഇതൊരു മോണോക്ലോറൈഡാണ്. ഇതിൻ്റെ രാസസൂത്രം C5H10O4. ഇതിൽ പ്രവർത്തനപരമായ വ്യത്യാസമാണ്. സൂക്രോസ് ഒരു ഊർജ സ്രോതസ്സാണ്. ഇത് ജീവികൾക്ക് ഊർജം നൽകുന്നു. ഇത് സസ്യങ്ങളിൽ സംഭരിക്കപ്പെടുന്നു. ഡീഓക്സിറൈബോസ് DNA-യുടെ ഘടനയിൽ ഒരു പ്രധാന ഘടകങ്ങളാണ്. ഇത് ഫോസ്ഫേറ്റ് ഗ്രൂപ്പുകളും നൈട്രജൻ ബേസുകളും ബന്ധിപ്പിച്ച് DNA-യുടെ ബാക്ക് ബോൺ രൂപപ്പെടുത്തുന്നു. DNA-യിലെ ഡീഓക്സിറൈബോസ് ജനിതക വിവരങ്ങൾ സംഭരിക്കുന്നതിനും പകർത്തുന്നതിനും അത്യന്താപേക്ഷിതമാണ്. DNA-യിലെ ഡീഓക്സിറൈബോസ് ജനിതക വിവരങ്ങൾ സംഭരിക്കുന്നതിനും പകർത്തുന്നതിനും അത്യന്താപേക്ഷിതമാണ്. ഇതാണ് സാധാരണ പഞ്ചസാരയും അതായത് സൂക്രോസും ഡീഓക്സിറൈബോസും തമ്മിലുള്ള ഘടനാപരമായതും പ്രവർത്തനപരവുമായ വ്യത്യാസങ്ങൾ. അടുത്ത DNA-യിൽ വർക്ക്ഷീറ്റ് ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ. അടുത്തത് DNA-യുടെ വലിപ്പം. ഓരോ ക്രോമസോമിലെയും DNA-ക്ക് ഏകദേശം 2 ഇഞ്ച് 5 സെൻറ്റിമീറ്റർ നീളമുണ്ടാകും. ഒരു മനുഷ്യകോശത്തിലെ 46 ക്രോമസോമുകളിലെയും DNA-കൾ ചേർന്നാൽ ഏകദേശം 6 അടി നീളം വരും, 2 മീറ്റർ. മനുഷ്യ ശരീരം ട്രില്യൺ 1,00,000 കോടി കണക്കിന് കോശങ്ങളാൽ നിർമ്മിതമാണ്. എല്ലാ കോശത്തിലെയും DNA-കളെ കൂട്ടിയോജിപ്പിച്ചാൽ അത് ഏകദേശം 67 ബില്യൺ 1 ബില്യൺ 100 കോടി മൈൽ വരും. ഇത് ഭൂമിയെ 2 ദശലക്ഷത്തിലധികം തവണ ചുറ്റാൻ പര്യാപ്തമാണ്. അപ്പം DNA-യുടെ വലിപ്പം ഓരോ ക്രോമസോമിലെയും DNA-യുടെ ഏകദേശ നീളം 2 ഇഞ്ചാണ്, അതായത് 5 സെൻറ്റിമീറ്റർ. ഓരോ മനുഷ്യകോശത്തിലെ 46 ക്രോമസോമുകളിലെയും DNA-കൾ ചേർന്നാൽ ഏകദേശം 6 അടി നീളം വരും, അതായത് 2 മീറ്റർ. മനുഷ്യ ശരീരം നിർമ്മിതമായിരിക്കുന്നത് ട്രില്യൺ കണക്കിന് കോശങ്ങളാൽ, 1,00,000 കോടി കോശങ്ങളാൽ. എല്ലാ കോശത്തിലെയും DNA-കളെ കൂട്ടിയോജിപ്പിച്ചാൽ അത് ഏകദേശം 67 ബില്യൺ 1 ബില്യൺ 100 കോടി മൈൽ വരും. ഇത് ഭൂമിയെ 2 ദശലക്ഷത്തിലധികം തവണ ചുറ്റാൻ പര്യാപ്തമാണ്. ഇത്രയും വലിയ DNA കുഞ്ഞു കോശങ്ങളിലെ ക്രോമസോമുകളിൽ ഉൾക്കൊള്ളിക്കുന്നത് എങ്ങനെ? കുട്ടിയുടെ സംശയം ശ്രദ്ധിച്ചല്ലോ. ചിത്രീകരണം 1, 3, വിതരണം എന്നിവ സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്ത് കുട്ടിയുടെ സംശയത്തിന് ഉത്തരം കണ്ടെത്തൂ. ഇത്രയും വലിയ DNA കുഞ്ഞു കോശങ്ങളിലെ ക്രോമസോമുകളിൽ ഉൾക്കൊള്ളിക്കുന്നത് എങ്ങനെ? അപ്പോൾ ഇനി അടുത്തത് ക്രോമസോമാണ്. ക്രോമസോം DNA-യും ഹിൻഡോണുകൾ എന്ന പ്രോട്ടീനുകളുമാണ് മുഖ്യമായും ക്രോമസോമിൽ ഉള്ളത്. 8 ഹിൻഡോണുകൾ ഒന്നിച്ചു ചേർന്ന് ഒരു ഹിൻഡോൺ ഒക്ടാമർ രൂപപ്പെടുന്നു. ഈ ഒക്ടാമിനെ DNA ഇഴകൾ വലയം ചെയ്ത് ന്യൂക്ലിയോസം എന്ന ഘടന ഉണ്ടാകുന്നു. നിരവധി ഗ്ലൂക്കോസോമുകളെ അടുക്കിച്ചേർത്ത് ചുരുളുകളാക്കിയും ന്യൂക്ലിയോസോമുകളുടെ ശൃംഖലയെ വീണ്ടും ചുരുളുകളാക്കിയുമാണ് ക്രോമസോമുകൾ ഉണ്ടാകുന്നത്. ഒരു ക്രോമസോമിൻ്റെ സെൻട്രോമിയർ വഴി ബന്ധിപ്പിച്ചിരിക്കുന്ന ഭാഗങ്ങളാണ് ക്രോമാറ്റിഡുകൾ. അപ്പോൾ ക്രോമസോം എന്താണ്? കോശങ്ങളിൽ കാണുന്ന നൂല് പോലെയുള്ള സൂക്ഷ്മഘടനയാണ് ക്രോമസോം. DNA-യിൽ കാണുന്ന നൂല് പോലുള്ള സൂക്ഷ്മഘടനയാണ് ക്രോമസോം. പ്രോട്ടീനുകൾ നിർമ്മിക്കുന്നതും ശരീരത്തിൻ്റെ വിവിധ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനുമുള്ള നിർദ്ദേശങ്ങൾ ക്രോമസോമിലെ DNA-യിൽ ശേഖരിക്കുന്നു.
ക്രോമസോമിൻ്റെ നിർമ്മാണ ഘടകങ്ങളാണ് DNA-യും ഹിസ്റ്റോണുകളും. ക്രോമസോമിൻ്റെ നിർമ്മാണ ഘടനകൾ DNA-യും ഹിസ്റ്റോണുകളും. ഹിസ്റ്റോൺ ഒരു തരം പ്രോട്ടീനാണ്. 8 ഹിസ്റ്റോണുകൾ ഒന്നിച്ചു ചേർന്ന് ഒരു ഹിസ്റ്റോൺ ഒക്ടാമർ രൂപപ്പെടുന്നു. 8 ഹിസ്റ്റോണുകൾ ഒന്നിച്ചു ചേർന്ന് ഒരു ഹിസ്റ്റോൺ ഒക്ടാമർ രൂപപ്പെടുന്നു. ഈ ഒക്ടാമറിനെ DNA ഇഴകൾ വലയം ചെയ്തുണ്ടാകുന്ന ഘടനയാണ് ന്യൂക്ലിയോസോം. ഒരു ഒക്ടാമറിനെ DNA ഇഴകൾ വലയം ചെയ്തുണ്ടാകുന്ന ഘടനയാണ് ന്യൂക്ലിയോസോം. ക്രോമസോമിൻ്റെ രൂപപ്പെടലാണ് നിരവധി ന്യൂക്ലിയോസോമുകളെ അടുക്കി ചേർത്ത് ചുരുളുകളാക്കിയും ന്യൂക്ലിയോസോമുകളുടെ ശൃംഖലയെ വീണ്ടും ചുരുളുകളാക്കിയുമാണ് ക്രോമസോമുകൾ ഉണ്ടാകുന്നത്. ഒരു ക്രോമസോമിനെ സെൻട്രോമിയർ വഴി ബന്ധിപ്പിച്ചിരിക്കുന്ന ഭാഗങ്ങളാണ് ക്രോമാറ്റിഡുകൾ. എന്താണ് ക്രോമാറ്റിഡുകൾ? 2 ക്രോമാറ്റിഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് സെൻട്രോമിയർ. 2 ക്രോമാറ്റിഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് സെൻട്രോമിയർ. സെൻട്രോമിയർ വിഭജന സമയത്ത് ക്രോമാറ്റിഡുകളുടെ ചലനത്തെ സഹായിക്കുന്നു. സെൻട്രോമിയർ കോശ വിഭജന സമയത്ത് ക്രോമാറ്റിഡുകളുടെ ചലനത്തെ സഹായിക്കുന്നു. അപ്പം ഈ പിക്ചർ നിങ്ങൾ കണ്ടല്ലോ അല്ലേ? ആദ്യം DNA കൊടുത്തേക്കുന്നു, അതിൻ്റെ ഉള്ളിൽ ഹിസ്റ്റോൺ പ്രോട്ടീൻ, ഹിസ്റ്റോൺ ഒക്ടാമർ, അതിൻ്റെ ഉള്ളിൽ ന്യൂക്ലിയോസോം, അത് സെൻട്രോമിയർ, ക്രോമാറ്റിഡ്, ക്രോമസോം. ഇതാണ് ക്രോമസോമിൻ്റെ ഘടന. ക്രോമസോമിനുള്ളിലുള്ള സംഭവങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് സൂചകങ്ങൾ കൊടുത്തിരിക്കുന്നത്. ക്രോമസോമിൻ്റെ നിർമ്മാണ ഘടകങ്ങൾ എന്തൊക്കെയാണ്? DNA-യും ഹിസ്റ്റോണുകളും. ഹിസ്റ്റോൺ ഒരു തരം പ്രോട്ടീനാണ്. അടുത്തത് ഹിസ്റ്റോണും ന്യൂക്ലിയോസോമും. 8 ഹിസ്റ്റോണുകൾ ഒന്നിച്ചു ചേർന്നാണ് ഒരു ഹിസ്റ്റോൺ ഒക്ടാമർ രൂപപ്പെടുന്നു. ഒരു ഒക്ടാമറിനെ DNA ഇഴകൾ വലയം ചെയ്തുണ്ടാകുന്ന ഘടനയാണ് ന്യൂക്ലിയോസോം. ക്രോമസോമിൻ്റെ രൂപപ്പെടൽ എങ്ങനെയാണെന്ന് ചോദിച്ചിരിക്കുന്നു. നിരവധി ന്യൂക്ലിയോസോമുകളുടെ അടുക്കി ചേർത്ത് ചുരുളുകളാക്കിയും ന്യൂക്ലിയോസോമുകളുടെ ശൃംഖലയെ വീണ്ടും ചുരുളുകളാക്കിയുമാണ് ക്രോമസോമുകൾ ഉണ്ടാകുന്നത്. ഒരു ക്രോമസോമിനെ സെൻട്രോമിയർ വഴി ബന്ധിപ്പിച്ചാണ് ക്രോമാറ്റിഡുകൾ ഉണ്ടാകുന്നത്. 2 ക്രോമാറ്റിഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് സെൻട്രോമിയർ. സെൻട്രോമിയർ കോശവിഭജന സമയത്ത് ക്രോമാറ്റിഡുകളുടെ ചലനത്തെ സഹായിക്കുന്നു. അടുത്തത് ക്രോമാറ്റിൻ ജാലികയും ക്രോമസോമും. മർമ്മദ്രവ്യത്തിൽ വലക്കണ്ണികൾ പോലെ കെട്ടുപിണഞ്ഞ് കാണപ്പെടുന്ന ജീനുകളെ ഉൾക്കൊള്ളുന്ന ഭാഗമാണ് ക്രോമാറ്റിൻ ജാലിക. ക്രോമാറ്റിൻ ജാലിക എന്താണ്? മർമ്മദ്രവ്യത്തിൽ വലക്കണ്ണികൾ പോലെ കെട്ടുപിണഞ്ഞ് കാണപ്പെടുന്ന ജീനുകളെ ഉൾക്കൊള്ളുന്ന ഭാഗമാണ് ക്രോമാറ്റിൻ ജാലിക. കോശവിഭജന സമയത്ത് ക്രോമാറ്റിൻ ജാലക തടിച്ചു കുറുകി രൂപപ്പെടുന്ന ഘടനയാണ് ക്രോമസോം. കോശവിഭജന സമയത്ത് ക്രോമാറ്റിൻ ജാലിക തടിച്ചു കുറുകി രൂപപ്പെടുന്ന ഘടനയാണ് ക്രോമസോം. അപ്പം DNA, ഹിസ്റ്റോൺ പ്രോട്ടീനുകൾ, മറ്റു പ്രോട്ടീനുകൾ എന്നിവ ചേർന്ന് രൂപപ്പെടുന്ന ഒരു സങ്കീർണ ഘടനയാണ് ക്രോമാറ്റിൻ ജാലിക. DNA, ഹിസ്റ്റോൺ പ്രോട്ടീനുകൾ, മറ്റു പ്രോട്ടീനുകൾ എന്നിവ ചേർന്ന് രൂപപ്പെടുന്ന ഒരു സങ്കീർണ ഘടനയാണ് ക്രോമാറ്റിൻ ജാലിക. ഇത് യൂക്കാരിയോട്ടിക് കോശങ്ങളുടെ ന്യൂക്ലിയസിൽ ഒരു നൂൽ പോലെ കെട്ടുപിണഞ്ഞ് കാണപ്പെടുന്നു. കോശവിഭജനത്തിന് തൊട്ട് മുൻപ് ക്രോമാറ്റിൻ ജാലിക ചുരുങ്ങുകയും സാന്ദ്രീകരിക്കുകയും ചെയ്ത് ചുരുളുകളാക്കപ്പെടുന്നു. ഈ ചുരുളുകൾ കുറുകിത്തടിച്ച് രൂപപ്പെടുന്ന ഘടനയാണ് ക്രോമസോമുകൾ. ഇവ കോശവിഭജന സമയത്ത് DNA സുരക്ഷിതമായി വിതരണം ചെയ്യാൻ സഹായിക്കുന്നു. അടുത്തതാണ് മനുഷ്യ ശരീരത്തിലെ ക്രോമസോമുകൾ. മനുഷ്യ ശരീരത്തിൽ എത്ര ക്രോമസോമുകളാണുള്ളത്? അവ എപ്രകാരമാണ് കാണപ്പെടുന്നത്? ചിത്രം 1-4 സൂചകങ്ങൾക്കനുസരിച്ച് വിശകലനം ചെയ്ത് മനുഷ്യരെ ക്രോമസോമുകളെപ്പറ്റി ധാരണ കൈവരിച്ച് കുറിപ്പ് തയ്യാറാക്കും. മനുഷ്യ ക്രോമസോമുകൾ. ഓരോ സ്പീഷീസിലും നിശ്ചിത എണ്ണം ക്രോമസോമുകളാണുള്ളത്. മനുഷ്യരിലെ ക്രോമസോമുകളുടെ എണ്ണം 46ആണ്. മനുഷ്യരിലെ ക്രോമസോം 2 രീതിയിലാണ്. ഒന്ന് സ്വരൂപ ക്രോമസോം, സൊമാറ്റിക് ക്രോമസോംസ്. 2 ലിംഗനിർണയ ക്രോമസോമുകൾ, സെക്സ് ക്രോമസോംസ്. ഒന്ന് സ്വരൂപ ക്രോമസോമുകൾ, 2 ലിംഗനിർണയ ക്രോമസോമുകൾ. അതിൽ ആദ്യം സ്വരൂപ ക്രോമസോമുകൾ.
ശാരീരിക സവിശേഷതകളെ നിയന്ത്രിക്കുന്ന ക്രോമസോമുകളെയാണ് സ്വരൂപ ക്രോമസോമുകൾ എന്ന് വിളിക്കുന്നത്. സ്വരൂപ ക്രോമസോമുകൾ ശാരീരിക സവിശേഷതകളെ നിയന്ത്രിക്കുന്ന ക്രോമസോമുകളാണ്. സ്വരൂപ ക്രോമസോമുകളുടെ എണ്ണം 22 ജോഡിയാണ്. 22 ജോഡിയാണ് സ്വരൂപ ക്രോമസോമുകളുടെ എണ്ണം. ഒരുപോലെയുള്ള 2 ക്രോമസോമുകൾ ചേർന്നതാണ് സമരൂപ ക്രോമസോമുകൾ, ഹോമോലോഗസ് ക്രോമസോമസ്. ഒരുപോലെയുള്ള 2 ക്രോമസോമുകൾ ചേർന്നതാണ് സമരൂപ ക്രോമസോമുകൾ. ഇവയിൽ ഒന്ന് മാതാവിൽ നിന്നും മറ്റൊന്ന് പിതാവിൽ നിന്നും ലഭിച്ചതാണ്. രണ്ടാമത്തേതാണ് ലിംഗനിർണയ ക്രോമസോമുകൾ. ലിംഗനിർണയത്തിനു കാരണമാകുന്ന ക്രോമസോമുകളാണ് ലിംഗനിർണയ ക്രോമസോമുകൾ. ഒരു ജോഡി ക്രോമസോമുകളാണ് ഇവ. ഇവ 2 തരമുണ്ട്, എക്സ് ക്രോമസോമും വൈ ക്രോമസോമും. വൈ ക്രോമസോം എക്സ് ക്രോമസോമുകളെ അപേക്ഷിച്ച് വളരെ ചെറുതാണ്. വൈ ക്രോമസോമിലെ സെക്സ് ഡിറ്റർമൈൻ ജീനാണ് ഭ്രൂണത്തിൽ വൃഷണങ്ങളുടെ വികാസത്തിന് കാരണമാകുന്നത്. ലിംഗനിർണയത്തിന് കാരണമാകുന്ന ക്രോമസോമുകളാണ് ലിംഗനിർണയ ക്രോമസോം. ഒരു ജോഡിയുണ്ടിത്. ഇവ 2 തരമുണ്ട്, ഒന്ന് എക്സും ഒന്ന് വൈയും. വൈ ക്രോമസോം എക്സ് ക്രോമസോമുകളെ അപേക്ഷിച്ച് ചെറുതാണ്. വൈ ക്രോമസോമിലെ SRY ജീനാണ് ഭ്രൂണത്തിൽ വൃഷണങ്ങളുടെ വികാസത്തിന് കാരണമാകുന്നത്. ഈ ചിത്രം കൊടുത്തിരിക്കുന്നത് ക്രോമസോമുകളുടെയാണ്. ക്രോമസോമുകളുടെ ചിത്രമാണ്. ആദ്യത്തെ ഇത് കാണിച്ചിരിക്കുന്ന സ്വരൂപ ക്രോമസോമുകളാണ്. സ്വരൂപ ക്രോമസോമിൽ 22 ജോഡി ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ആ 22 ജോഡിയാണ് ഈ കൊടുത്തിരിക്കുന്നത്. ലിംഗനിർണയ ക്രോമസോമുകൾ ഒരു ജോഡി ക്രോമസോമുകളാണ്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എക്സ് വൈയും എക്സും ആണും പെണ്ണും. ക്രോമസോമുകൾ ജോഡികളായി കാണപ്പെടുന്നത് എന്തുകൊണ്ട് കണ്ടെത്തും. അപ്പോൾ ക്രോമസോം ജോഡികളായി കാണപ്പെടുന്നതിനാണ് ഡിപ്ലോയിഡി. ക്രോമസോമുകൾ ജോഡികളായി കാണപ്പെടുന്നതിന് കാരണം എന്താണെന്ന് ചോദിച്ചതിൻ്റെ ആൻസറാണ് ക്രോമസോമുകൾ ജോഡികളായി കാണപ്പെടുന്നത് ഡിപ്ലോയിഡിയുടെ ഫലമാണ്. എന്തിൻ്റെയാണ്? ഡിപ്ലോയിഡി. മനുഷ്യർ ഉൾപ്പെടെയുള്ള യൂക്കാരിയോട്ടിക് ജീവികൾക്ക് 2 സെറ്റ് ക്രോമസോമുകളുണ്ട്. ഇതിനെ ഡിപ്ലോയിഡി എന്ന് വിളിക്കുന്നു. ഓരോ സെറ്റിലും ഓരോ ക്രോമസോം മാതാവിൽ നിന്നും മറ്റൊന്ന് പിതാവിൽ നിന്നും ലഭിക്കുന്നു. ഒരേ ക്രോമസോം സംഖ്യകളിലുള്ള ഒന്നിലധികം ജീവികളുണ്ട് കേട്ടോ. ക്രോമസോം സംഖ്യ ഒരുപോലെ ആയിരിക്കുമ്പോഴും ജീവികളുടെ ജനിതക ഘടന, ശാരീരിക സവിശേഷതകൾ, ജൈവിക പ്രവർത്തനങ്ങൾ തുടങ്ങിയവ വ്യത്യസ്തമായിരിക്കും. ഉദാഹരണം, 78 ക്രോമസോമുകൾ ഉള്ളതാണ് നായ, കോഴി, പശു. 60 ക്രോമസോമാണ് പശു, ആട്. 38 ക്രോമസോമുകളാണ് പുലി, കടുവ എന്നിവ. അടുത്തതാണ് മനുഷ്യൻ്റെ ജനിതക ഘടന. മനുഷ്യൻ്റെ ജനിതക ഘടന. അതിന് മുന്നേ വിവിധ തരം ക്രോമസോമുകൾ നമ്മൾ പറഞ്ഞ സ്വരൂപ ക്രോമസോമുകൾ, അതിൻ്റെ ധർമ്മം, സ്വരൂപ ജോഡി, ലിംഗനിർണയ ക്രോമസോമുകൾ, അവയുടെ ധർമ്മം, ഇതൊക്കെ നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞുപോയി. സ്ത്രീയുടെയും പുരുഷൻ്റെയും ജനിതക ഘടന നൽകിയിരിക്കുന്നത് ശ്രദ്ധിക്കൂ. അത് നിരീക്ഷിച്ച് പട്ടിക 1:1 പൂർത്തിയാക്കൂ. പട്ടികയിലെ വിവരങ്ങൾ വിശകലനം ചെയ്ത് സ്ത്രീ, പുരുഷൻ എന്നിവയിലെ ക്രോമസോം സാമ്യ വ്യത്യാസങ്ങളെപ്പറ്റി നിഗമനം രൂപിക്കൂ. ഇതിൻ്റെ ഞാനിപ്പോൾ പറഞ്ഞ കാര്യം ചോദിച്ചിട്ടുണ്ട്. ഒരേ ക്രോമസോം സംഖ്യയുള്ള ഒന്നിലധികം ജീവികളെ കണ്ടെത്തുന്നു. ഒരേ ക്രോമസോമുകളുള്ള ഒന്നിലധികം ജീവികൾ ഏതൊക്കെയാണ്? ഞാനിപ്പോൾ പറഞ്ഞത് നായ, കോഴി 78 ക്രോമസോം, 60 ക്രോമസോം പശു, ആട്, 38 ക്രോമസോം പുലി, കടുവ എന്നിവയൊക്കെ. അപ്പം ഇവിടെ കൊടുത്തിരിക്കുന്നത് മനുഷ്യൻ്റെ ജനിതക ഘടനയാണ്. 44 + XX, 44 + XY. അതിൽ ഗ്രാഫ് പൂരിപ്പിക്കാനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ സ്ത്രീയുടെ ജനിതക ഘടന എന്ന് പറയുന്നത് 44 + 2X ആണ്. പുരുഷൻ്റെ 44 + XY ആണ്. ആകെ ക്രോമസോമുകളുടെ എണ്ണം സ്ത്രീയിലും പുരുഷനും സെയിം ആണ്, 46. സ്വരൂപ ക്രോമസോമുകളുടെ എണ്ണം 44. ലിംഗനിർണയ ക്രോമസോമുകളുടെ എണ്ണം 2X ഉം 2XY ആണ്.
മുകളിൽ സൂചിപ്പിച്ച ജനിതകഘടനകളുള്ള വ്യക്തികളിൽ ലിംഗനിർണയം സങ്കീർണമായിരിക്കും. ഉദാഹരണത്തിന് ടണ്ണർ സിൻഡ്രോം ഉള്ള സ്ത്രീകൾക്ക് സ്ത്രീ ലൈംഗികാവയവങ്ങൾ ഉണ്ടാകാം, എന്നാൽ അവരിൽ കൗമാരത്തിൽ സ്ത്രീ ലൈംഗിക ലക്ഷണങ്ങൾ വികസിക്കില്ല. ക്ലൈൻഫെൽറ്റർ സിൻഡ്രോം ഉള്ള പുരുഷന്മാർക്ക് പുരുഷ ലൈംഗികാവയവങ്ങൾ ഉണ്ടാകും, എന്നാൽ അവർ സ്ത്രീ ലിംഗലക്ഷണങ്ങളും കാണിക്കാം. നമ്മുടെ ശരീരം എങ്ങനെ പ്രവർത്തിക്കണമെന്നുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നത് ജീനുകളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ജീനുകൾ എവിടെയാണ് കാണപ്പെടുന്നത്, അവ എപ്രകാരമാണ് പ്രവർത്തിക്കുന്നത്? ചിത്രീകരണം 1.5 വിശകലനം ചെയ്യും. അപ്പം സ്ത്രീകളുടെയും പുരുഷന്റെയും സ്വരൂപ ക്രോമസോമുകൾ സമാനമാണ്. ഇവ ശരീര സവിശേഷതകൾ നിയമിക്കുന്നു. ലിംഗനിർണയ ക്രോമസോമുകളായ XX അല്ലെങ്കിൽ XY സ്ത്രീയുടെയും പുരുഷന്റെയും ലിംഗഭേദം നിർണ്ണയിക്കുന്നു. പിതാവിൽ നിന്ന് Y ക്രോമസോമിന്റെ ലിംഗനിർണയത്തിലെ പങ്ക്. പിതാവിൽ നിന്നുള്ള Y ക്രോമസോമിന്റെ ലിംഗനിർണയത്തിലെ പങ്ക്. ലിംഗനിർണയത്തിൽ പിതാവിൽ നിന്നുള്ള Y ക്രോമസോം പ്രധാനമാണ്, കാരണം ഇത് പുരുഷ ലിംഗത്തെ നിർണ്ണയിക്കുന്നു. Y ക്രോമസോമിൽ SRY ജീൻ, സെക്സ് ഡിറ്റർമിനിങ് റീജിയൻ Y എന്ന ഒരു പ്രത്യേക ജീൻ അടങ്ങിയിട്ടുണ്ട്. Y ക്രോമസോമിൽ SRY ജീൻ എന്ന ഒരു പ്രത്യേക ജീൻ അടങ്ങിയിട്ടുണ്ട്. ഭ്രൂണത്തിന്റെ വികാസത്തിന്റെ ആദ്യഘട്ടത്തിൽ ഈ SRY ജീനാണ് വൃഷണങ്ങൾ രൂപപ്പെടാൻ കാരണമാകുന്നത്. വൃഷണങ്ങൾ പിന്നീട് ടെസ്റ്റോസ്റ്റിറോൺ പോലുള്ള പുരുഷ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് ശരീരത്തിന്റെ മറ്റ് സവിശേഷതകളുടെ വികാസത്തിന് സഹായിക്കുന്നു. അപ്പോൾ പിതാവിൽ നിന്നുള്ള Y ക്രോമസോമാണ് ലിംഗനിർണയത്തിന് പ്രധാനം. എന്തുകൊണ്ടെന്ന് കണ്ടെത്തുമെന്ന് ചോദിച്ചതിൻ്റെ ആൻസറാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇപ്പോൾ വ്യത്യസ്തമായ ജനിതക ഘടനകൾ. സ്ത്രീ, പുരുഷൻ എന്നിവയ്ക്കപ്പുറമുള്ള വ്യത്യസ്ത ലിംഗഭേദങ്ങളും ഉൾപ്പെടുന്നതാണ് നമ്മുടെ സമൂഹം. 44+XX, 44+XY എന്നിവ സാധാരണ ജനിതക ഘടനയാണെങ്കിലും മനുഷ്യരിൽ അനേകം വ്യത്യസ്തമായ ജനിതക ഘടനകൾ കാണപ്പെടുന്നു. ഈ വ്യത്യസ്ത ജനിതക ഘടനകൾ വ്യക്തികളുടെ ശാരീരികവും മാനസികവുമായ വികാസത്തെ സ്വാധീനിക്കുന്നു. ലിംഗനിർണയം ഒരു സങ്കീർണമായ പ്രക്രിയയാണ്. ഇത് ജനിതക ഘടനകളെ മാത്രമല്ല മറ്റ് ഘടകങ്ങളെയും ആശ്രയിച്ചിരിക്കുന്നു. വ്യത്യസ്ത ജനിതക ഘടനയ്ക്കുള്ള ചില ഉദാഹരണങ്ങൾ: 44+X0 ഒരു X ക്രോമസോം മാത്രമുള്ള സ്ത്രീകൾ. ഇവർ ടണ്ണർ സിൻഡ്രോം എന്ന അവസ്ഥയിലുള്ളവരാണ്. ഒരു X ക്രോമസോം മാത്രമുള്ള സ്ത്രീകൾ. ഇവർ ടണ്ണർ സിൻഡ്രോം എന്ന അവസ്ഥയിൽ ഉള്ളവരാണ്. 44+3X 3 X ക്രോമസോമുകളുള്ള സ്ത്രീകൾ. ഇവർ XXX സിൻഡ്രോം ഉള്ള അവസ്ഥയാണ്. 44+XXY ഉള്ളത് 2 X ക്രോമസോമുകളും 1 Y ക്രോമസോമും ഉള്ള പുരുഷന്മാർ. ഇവർ ക്ലെൻഡഫെൽറ്റർ സിൻഡ്രോം എന്ന അവസ്ഥയുള്ളവരാണ്. 44+XYY ഒരു X ക്രോമസോമും 2 Y ക്രോമസോമും ഉള്ള ഇവർ XXY സിൻഡ്രോം എന്ന അവസ്ഥയിൽ ഉള്ളവരാണ്. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരിൽ ജനിതക ഘടനയുള്ള വ്യക്തികളിൽ ലിംഗനിർണയം സങ്കീർണമായിരിക്കും. ഉദാഹരണത്തിന് ടണ്ണർ സിൻഡ്രോം ഉള്ള ഉള്ള സ്ത്രീകൾ ലൈംഗികാവയവങ്ങൾ ഉണ്ടാകാം, എന്നാൽ അവരിൽ കൗമാരത്തിൽ സ്ത്രീലിംഗ ലൈംഗിക ലക്ഷണങ്ങൾ വികസിപ്പിക്കില്ല. ക്ലെൻഡർ സിൻഡ്രോം ഉള്ള പുരുഷന്മാർക്ക് പുരുഷ ലൈംഗികാവയവങ്ങൾ ഉണ്ടാകാം, എന്നാൽ അവർ സ്ത്രീലിംഗ ലക്ഷണങ്ങളും കാണിക്കാം. 44+XX 44+XY സാധാരണ ജനിതക ഘടനയുള്ളത്. അപ്പം ഇത്രയാണ് ഇതിൻ്റെ പാർട്ട് 1. ഇനി പാർട്ട് 2 ആയിട്ടിടാം. ഇതിലെന്തെങ്കിലും മനസ്സിലാവാത്തതോ ഉപയോഗമല്ലാത്തതോ എക്സ്ട്രാ എന്തെങ്കിലും പോയിന്റ്സ് ഞാൻ പറഞ്ഞതിൽ നിന്ന് വേണമെന്നുള്ളതോ ആൾക്കാർ ചോദിച്ചാൽ മതി കേട്ടോ. അപ്പം അടുത്തത് ജീനാണ്. DNA-യിലാണ് ജീനുകൾ കാണപ്പെടുന്നത്. DNA-യിലെ നിശ്ചിത ന്യൂക്ലിയോടൈഡുകളുടെ ശ്രേണിയാണ് ജീൻ. ശരീരം എങ്ങനെ പ്രവർത്തിക്കണമെന്നതിനുള്ള നിർദ്ദേശം നൽകുന്നത് ജീനുകളാണ്. നിർദ്ദേശങ്ങൾ നൽകുന്നത് ജീനുകളാണ്. ജീനുകളുടെ നിർദ്ദേശമനുസരിച്ച് നിർമ്മിക്കുന്ന പ്രോട്ടീനുകളാണ്
സ്വഭാവ സവിശേഷതകൾ രൂപപ്പെടുത്തുന്നതും മെറ്റബോളിക് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതും. ജീനുകളുടെ നിർദ്ദേശമനുസരിച്ച് നിർമ്മിക്കുന്ന പ്രോട്ടീനുകളാണ് സ്വഭാവ സവിശേഷതകൾ രൂപപ്പെടുത്തുന്നതും മെറ്റബോളിക് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതും. അപ്പോൾ DNA-യിലെ നിശ്ചിത ന്യൂക്ലിയോടൈഡുകളുടെ ശ്രേണിയാണ് ജീൻ. ജീനുകളുടെ നിർദ്ദേശമനുസരിച്ച് നിർമ്മിക്കുന്ന പ്രോട്ടീനുകളാണ് സവിശേഷതകൾ രൂപപ്പെടുത്തുന്ന മെറ്റബോളിക് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതും. ഇതാണ് ക്രോമസോമിൽ ഉള്ളിൽ DNA-ക്കുള്ളിൽ ജീൻ 1, 2 രണ്ടെണ്ണവും കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ പിക്ചറാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അടുത്തത് ഇനി മിച്ചം പറയാനുള്ളത് RNA ആണ്. അപ്പോൾ അതാണ് നമുക്ക് അടുത്ത ചാപ്റ്റർ ഇത് നോക്കാം. ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഏതെങ്കിലും മനസ്സിലാവാത്തതോ ക്ലിയർ ആകാത്തതോ ഇപ്പം ഞാൻ പറഞ്ഞതിൽ ചില പോയിൻറ്റ്സ് പറഞ്ഞു പോയിട്ടുള്ളൂ, ആഡ് ചെയ്തിട്ടില്ല. അത് നിങ്ങൾ എഴുതിയെടുക്കണം. മാക്സിമം ഞാൻ നോക്കിയിട്ടുണ്ട് ആഡ് ചെയ്യാൻ. അടുത്ത ഇതിൽ ഇച്ചിരി കൂടി എല്ലാം ആഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അടുത്ത ഇതിൽ RNA മുതൽ നോക്കാം. എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ചിലപ്പം ഇപ്പോഴത്തെ PSC ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് പോലെ പ്രസ്താവനയായിട്ടാണെങ്കിൽ ഇതെല്ലാം അത്യാവശ്യമാണ്. പ്രസ്താവനയാണോ ചോദിക്കുന്നത് നമുക്കറിയത്തില്ലല്ലോ. അപ്പോൾ എല്ലാം SCERT മെയിനായിട്ട് കവർ ചെയ്യുക. മാക്സിമം നോക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുക. അപ്പോൾ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വെച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഇച്ചിരിയും കൂടി പെട്ടെന്ന് പോർഷൻ കവർ ആകുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അങ്ങനെയും വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ നോക്കിയിട്ട് അഭിപ്രായം പറയൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.